ഏതൊരു സമയത്ത് തോന്നി ദൈവം ഇതൊക്കെ സ്കാം ആണ്, ഇതൊക്കെ ഫേക്ക് ആണ്? ലൈക്ക് ആ ട്രാൻസിഷൻ എന്താണ് കാരണമായത്? എന്നുള്ളവർ അവർ വേറെ മനുഷ്യന്മാർ തന്നെയാണ്. അവർക്ക് വേറെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവിലേജും കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ക്രിസ്ത്യൻസ് വളരെയധികം പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട്. അച്ഛന്മാർക്കും പ്രഗ്നന്റ് ആയ പെണ്ണ് പെട്ടെന്ന് ദൈവത്തിനെ പ്രസവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് വർക്ക് ഇൻ ദ റിലീജിയസ് വേ. ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരും മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്. ദൈവത്തെ വിശ്വസിക്കുന്നത് ഇവന്മാർക്ക് എന്തിനാണ് മേളിൽ ഏതോ താടിയും വെച്ച് നമ്മളെങ്ങനെ സേവിക്കാതിരിക്കുമല്ലേ? ഭ്രാന്താണ്. ഇപ്പോഴും കാർട്ടൂൺ വിശ്വസിച്ചാണ് നടക്കുന്നത്. അത്രയും ലൈക്ക് ഐ ഹാഡ് ഹേറ്റ്രഡ് ടുവേർഡ്സ് പീപ്പിൾ ബിലീവിംഗ് ഇൻ ഗോഡ്. സഭയിലെ ബാക്കിയുള്ളവരാണ് ദേ ആർ മേക്കിംഗ് മണി. മെത്രാൻ ചെന്ന് പിണറായി വിജയനെ കണ്ടു. റിലീജിയൻ ശരിക്കും ആൾക്കാർക്കൊരു പിടിവള്ളി എന്നുള്ള രീതിയിലായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. ഡസ് ബിലീവിംഗ് ഇൻ ഗോഡ് മേക്ക് യു എ ബാഡ് പേഴ്സൺ ഓർ എ ഗുഡ് പേഴ്സൺ? ഒരു കള്ളം വിശ്വസിച്ചു, അവന്റെ ലൈഫ് ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ആയി. അപ്പൊ ആ കള്ളം വിശ്വസിക്കുന്നത് നല്ലതാണെന്ന് നീ പറയുന്നത്? ടു മച്ച് റീസൺ ഇസ് ബാഡ്. ഞാൻ നരകത്തിൽ പോകും, അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് അത് മോറൽ എത്തിക്കലായതുകൊണ്ടല്ല. ഞാൻ നരകത്തിൽ പോകും എന്നുള്ള വിശ്വാസം കൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും കുർബാന ചെയ്യും, ഇങ്ങനെ എല്ലാം ചെയ്യും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ദേ ആർ ഷിറ്റി പീപ്പിൾ. ദൈവം എല്ലാ സംഭവം പെർസോണിഫിക്കേഷൻ ഓഫ് വാല്യൂസ് ആണ്. ഐ ഫെൽറ്റ് ലൈക്ക് there was someone guiding me through this. At a particular point of time I had lost hope. What according to you is the purpose of human life? This much I know, this much I don't know. To know ourselves to the fullest. I have a duty to God to wake up in the morning and fulfill my duties. പറ്റൂല. പക്ഷെ ഞാൻ ഒരു പകുതി ദിവസം ഇപ്പൊ ഒരു റീൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാതെ കുറെ ജങ്ക് ഫുഡും കഴിച്ച് വെറുതെ ഇരിക്കുവാണ്. I'm depressed as fuck. Men always have this innate desire for struggle. Normally കംഫർട്ട് കൂടുമ്പോ ഡിപ്രഷൻ കുറയല്ലേ ചെയ്യണം? ഇതെന്താണ് കംഫർട്ട് കൂടുമ്പോ ഡിപ്രഷൻ കൂടുന്നത്? വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ് ഗൈസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ് അബൌട്ട് ഗോഡ്. എടാ, നിന്റെ ദൈവത്തിനെ കുറിച്ചുള്ള വിശ്വാസം എന്തുവാ? നിന്റെ കോൺസെപ്റ്റ് എന്തുവാ? എനിക്കങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു വിശ്വാസം ഇല്ല. ഞാൻ ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി. അഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഓഡിയൻസ് എന്ന് പറഞ്ഞു കൊടുത്ത്. അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ് ദൈവം കുറച്ച് ഉറക്കം സംസാരിക്കും. അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും നമ്മൾ എയ്ത്തിസ്റ്റ് അല്ല. ലൈക്ക് ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്നില്ല. ലൈക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സിറ്റുവേഷൻ നമുക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് അഗ്നോസ്റ്റിക്. ബേസിക്കലി ദൈവം ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ, ഇല്ലെന്ന് പറഞ്ഞുകൂടാ, ആ നോളേജ് എന്നെ അഫക്ട് ചെയ്യുന്നില്ല. ഇല്ല, അതാണ് അഗ്നോസ്റ്റിക്. നീ ഏതേലും പോയിന്റ് ഓഫ് ടൈമില് ഗോഡിന്റെ അടുത്തൊരു ബിലീഫ് വന്നിട്ടില്ല? ഉണ്ട്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ജനിച്ച ഒരു ക്രിസ്ത്യൻ ഹൗസ് ഹോൾഡിലാണ്. എൻ്റെ വീട്ടുകാരൊക്കെ കുറച്ച് കൺസർവേറ്റീവ് ആണ്. അവര് എപ്പോഴും പള്ളി വിടുമായിരുന്നു, നിർബന്ധിച്ച് പള്ളി വിടുമായിരുന്നു. ഇപ്പോഴും പള്ളി വിടും നിർബന്ധിച്ച്. പക്ഷെ ഒരു സമയത്ത് ഞാനും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഇതുപോലെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ, ദൈവം ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പിന്നെ വരും കാലങ്ങളിൽ അത് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല റിലീജിയൻ എന്നുള്ളൊരു ഇതിനെപ്പറ്റി. ഞാൻ +2 ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരുടെ ശീലം, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് എൻ്റെ ഓൾമോസ്റ്റ് മിക്ക എഡ്യൂക്കേഷനും ചെയ്തത്. അച്ഛന്മാരൊന്നും അത്ര ഞാൻ വിചാരിച്ചത് പോലത്തെ ആൾക്കാരല്ല. പിന്നെ ഞങ്ങളുടെ ബിലീഫും അത്ര സ്ട്രോങ് ബിലീഫെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ സഭയിൽ തന്നെ ഇഷ്ടംമാതിരി പ്രശ്നങ്ങളുണ്ട്. എന്തിനാ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ കർത്താവ് പറഞ്ഞേക്കുന്ന ഒറ്റ ദൈവമുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിക്കാനും എല്ലാവരും ഒരുപോലെ കാണാനും. ഇപ്പൊ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ഒരു 3-4 ടൈപ്പ് ക്രിസ്ത്യൻസ് ഉണ്ട്. കുറേ ഉണ്ട്. ഓരോ സമയം പുതിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അതിന്റെയൊക്കെ ബേസിസ് എന്താണ്? സത്യം പറഞ്ഞാൽ ഇതിന് വലിയ ബേസിസ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ RC റോമൻ കാത്തലിക്സാണ്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് റോമൻ കാത്തലിക്സിനെ സെന്റ് തോമസ് ആണ് സെയിന്റ്. ഞങ്ങളുടെ അതായത് ഇന്ത്യയിൽ വന്ന സെയിന്റ് സെന്റ് തോമസാണ്. ജീസസിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിനകത്ത് ഇന്ത്യയിൽ വന്നത് സെന്റ് തോമസ് ആണ്. ഇന്ത്യയിൽ മതം കൊണ്ടുവന്ന് സെന്റ് തോമസ്, ക്രിസ്ത്യാനിറ്റി എന്ന മതം കൊണ്ടുവന്നു. അപ്പോൾ സെന്റ് തോമസ് ഡയറക്റ്റ് മാമോദീസ മുക്കിയ ആൾക്കാരാണെന്നാണ് പറയണേ. ലൈക്ക് ബ്രാഹ്മിൻസ് അങ്ങനെയുള്ളവരൊക്കെയാണ് റോമൻ കാത്തലിക്കിൽ വന്നതെന്നാണ് അവകാശപ്പെടുന്നത്. അതിൽ വലിയ ഇതൊന്നുമില്ല. പിന്നെ ഒരു സുപ്പീരിയോറിറ്റി ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻസ് മൈനോറിറ്റി ആണ് ഇന്ത്യയിൽ. പക്ഷേ ഞങ്ങൾക്ക് വേറെ മൈനോറിറ്റിയുടെ ഇതൊന്നുമില്ല. കാരണം അന്ന് ഇതുപോലെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് നമ്മൾ ഇതുപോലെ ബ്രാഹ്മണന്മാരുടെ ബാക്കി അത് വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതിൽ വന്നു. പിന്നെ അതല്ലാതെ ലാറ്റിൻസ് ഉണ്ട്. ലാറ്റിൻസ് എന്ന് പറഞ്ഞാൽ മിക്കവരും കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർ ക്രിസ്ത്യൻസ് ആണ് ലാറ്റിൻസ്. അതുകൂടാതെ ഓർത്തഡോക്സ്, യാക്കോബായ, അത് ഇത്
അവിടെ പിന്നെ പുതിയ ഇപ്പൊ ജൊനാത്തനൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നു, ഒരു ഇത്തിരി DJ അങ്ങനത്തെ പാട്ടും അത് ഇത്തിരി ചിൽഗൈസാണ്. ചിൽഗൈസ് അല്ല, അവർക്ക് കുറച്ചുകൂടെ സ്ട്രിക്ട് റൂൾസും സംഭവങ്ങളൊക്കെയാണ്. ആണോ? അവർക്ക് കുറച്ചുകൂടെ RC ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ലീനിയന്റ് ആണ്. അങ്ങനെ സഭയെടുത്ത് ഇപ്പൊ ആ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, വെറുതെ പള്ളി വിട്ടിട്ടും കാര്യമൊന്നുമില്ല. ലൈക്ക് പെന്തക്കോസ്ത് കുറച്ചുകൂടെ ഒരു എന്താണ്, ദൈവത്തെ കുറച്ചുകൂടെ അവരിങ്ങനെ ആഘോഷിച്ച് പാടി അങ്ങനെയൊക്കെയാണ് അവര്. പിന്നെ അവര് ഗോൾഡ് ഒന്നും ഇടൂല. പെന്തക്കോസ്തുകാര് ഗോൾഡ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. ഗോൾഡ് അവർക്ക് ഇട്ടാന്ന് വെച്ചാൽ അവര് വിശ്വാസം അങ്ങനെയാണ്. ബൈബിളില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ഒരു വിശ്വാസം. ഈ പല ഇതുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പലരും പല രീതിയിലാണ് വിശ്വസിക്കുന്നത്. ചിലവര് ലൈക്ക് ജീസസിന്റെ അമ്മ, അതായത് മേരി, ഞങ്ങളൊക്കെ പുള്ളിക്കാരത്തിന് ഒരു ലൈക്ക് ദൈവമല്ല, പക്ഷെ ദൈവത്തിന്റെ അമ്മ എന്നുള്ള രീതിയിൽ നമ്മളൊരു വലിയൊരു പൊസിഷൻ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തിന് നമ്മുടെ സഭ ഇതിലെല്ലാം. ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ തന്നെ ചില സഭകളിൽ അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നില്ല, ചിലവരൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. പിതാവ്, പുത്രൻ പരിശുദ്ധാത്മാവ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയണം. ഫാദർ എന്ന് പറഞ്ഞാൽ ദൈവം, അതായത് ഓൾ ക്രിയേറ്റഡ് ഗോഡ്. സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ജീസസിനെയാണ്. ജീസസ് വഴിയാണ് നമുക്ക് ഞങ്ങളുടെ സഭയിൽ ഇത് വന്നേക്കുന്നത്. പിന്നെ പരിശുദ്ധാത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് ഹോളി സ്പിരിറ്റ്. അതിനൊരു രൂപമോ ഒന്നുമില്ല, ഒരു ആത്മാവ് പോലെ എന്നൊക്കെ വേണേൽ പറയാം. ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്, അതായത് പരിശുദ്ധാത്മാവ്. അത് അങ്ങനെയാണ് പറയണത്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും. നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഒരു മോണോതീസ്റ്റിക് റിലീജിയൻ അല്ലേ? അപ്പൊ അതില് ഇങ്ങനെ ഇവർക്ക് എല്ലാരും ഹോളി അല്ലേ ഇവര്? ഇപ്പൊ ദൈവം ആരാണ്? എടാ സത്യം പറഞ്ഞ അതില് കുറെ ഇതുണ്ട്. ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാള്, ദൈവം എന്നൊരാള് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആരാന്നോ അയാളുടെ രൂപം എങ്ങനെയാന്നോ ഒന്നുമില്ല, ഒന്നും അറിയില്ല. ബട്ട് ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞേക്കണ മനുഷ്യന്മാരെ ദൈവം ഉണ്ടാക്കിയത് തന്റെ സെയിം രൂപത്തിലും ഫ്ലഷിലാണ്, സെയിം സാദൃശ്യത്തിലാണ് ഉണ്ടാക്കിയേക്കണെന്നാണ് പറയുന്നത്. സോ അപ്പോ ദൈവത്തിന് അതായിരിക്കും രൂപം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ സോ ഒബ്വിയസ്ലി മനുഷ്യന്റെ രൂപമായിരിക്കും ദൈവത്തിനെന്ന് നമ്മൾ ഇത് ചെയ്യുന്നത്, മനസ്സിലാക്കിയെടുക്കുന്നത്. പിന്നെ ദൈവം ഇപ്പോ ജീസസിന്റെ കാര്യം തന്നെ എടുത്ത, ജീസസ് ജനിച്ചു എന്ന് പറയണ ബെത്ലഹേമിൽ ജനിച്ചു. പുള്ളിക്കാരത്തിന്റെ അമ്മ, അതായത് വെർജിൻ മേരി, പുള്ളിക്കാരത്തി വെർജിൻ ആയിരുന്നു പറയുന്നത്. ലൈക്ക് പരിശുദ്ധാത്മാവ്, അതായത് ഹോളി സ്പിരിറ്റ് ഡയറക്റ്റ് വന്ന് പ്രഗ്നന്റ് ആയതാണ്, അല്ലാണ്ട് വേറെ ഹ്യൂമൻ ഇന്റർഫിയറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ജനിച്ചതെന്നാണ് ഇത് പറയുന്നത്. ബട്ട് ചിലർ പറയണത് അത് ഒരു ട്രാൻസ്ലേഷൻ എററാന്നൊക്കെ പറയുന്നവരുണ്ട്. അതായത് പണ്ടത്തെ ഗ്രീക്കോ അങ്ങനെ ഏതൊരു ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നേരത്ത്, ഹീബ്രു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നേരത്ത്, ഹീബ്രു അല്ല ഹീബ്രുവിലേക്കാണോ ഹീബ്രു എന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നേരത്ത് എന്തോ ഒരു എറർ വന്നെന്നാണ് ശരിക്കും പറയണേ. ലൈക്ക് കുറെ ആൾക്കാർ, അപ്പൊ പലരും ഒരു വിശ്വാസത്തിന് പല രീതിയിൽ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ റോമൻ കാത്തലിക്സ് അത് ഇതെന്ന് പറഞ്ഞാൽ പലർക്കും പല വിശ്വാസമാണ്. എല്ലാവരും ഒരേ ദൈവത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഡിഫറെന്റ് റിലീജിയസ് കൾച്ചേഴ്സും എല്ലാം കാരണം വ്യത്യാസം വന്നതാണ്. ചില ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നതാണ്, അല്ലാതെ റിലീജിയസ് ആയിട്ട് ആരും പറയുന്നില്ല. ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് വെർജിൻ മേരി അല്ലായിരുന്നു, ലൈക്ക് ഒരു യങ് ലേഡി എന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ട്രാൻസ്ലേറ്റിംഗ് എറർ വന്നു കഴിഞ്ഞപ്പോൾ വെർജിൻ മേരി എന്നായിരുന്നു. പിന്നെ അല്ലാണ്ട് ഒരു പ്രഗ്നന്റ് ആയ ഒരു പെണ്ണ് പെട്ടെന്ന് ദൈവപുത്രനെ പ്രസവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് വർക്ക് ഇൻ ദ റിലീജിയസ് വേ. പക്ഷെ ഒരു വെർജിൻ ആയിട്ടൊരു പെണ്ണ് ദൈവപുത്രന് അവതാരം കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു റിലീജിയനായി, അവിടെ എപ്പോ ഒരു റിലീജിയനായി. But like I want to understand where are you coming from? Like നിന്റെ റൂട്ട് ഈ ബിലീഫ് എന്താണ്? മീൻസ് ദൈവം എന്നൊരു കോൺസെപ്റ്റിൽ നിനക്ക് വെറുപ്പോ ദേഷ്യം അല്ലെങ്കിൽ ഇഗ്നറൻസ്, അതിൽ എന്താണ് നിനക്ക് ആ ഒരു ഇതിലേക്ക് നയിച്ചത്? ബിക്കോസ് നീ ഓൾറെഡി ഒരു ക്രിസ്ത്യൻ ബിലീവിങ് ഫാമിലിയിലല്ലേ ജനിച്ചത്. അപ്പൊ നിനക്ക് പക്ഷെ ആസ് എ ടൈം പാസ് ബൈ നിനക്ക് ഏതോ ഒരു സമയത്ത് തോന്നി ദൈവം ഇതൊക്കെ സ്കാം ആണ്, ഇതൊക്കെ ഫേക്ക് ആണെന്ന്. ലൈക്ക് ആ ട്രാൻസിഷൻ എന്താണ് കാരണമായത്? കാരണം കുറെ ഉണ്ട്. മെയിനായിട്ട് ഞങ്ങളുടെ സഭയിലൊക്കെ തന്നെ
ഇപ്പോൾ സഭ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമെങ്കിലും അത് ക്രിസ്ത്യൻസിനായിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ദേ ആർ മേക്കിംഗ് മണി. പ്രീസ്റ്റുകളാണേലും സഭയിലെ ബാക്കിയുള്ളവരാണെങ്കിലും ദേ ആർ മേക്കിംഗ് മണി. ദേ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് അസ്. അതായത് ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങളൊരു ബിലീഫർ ആണെന്ന് പറയുന്നതിൽ അവർ നമുക്കൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒന്നും പ്രൊവൈഡും ചെയ്യുന്നില്ല, ഒരു സപ്പോർട്ട് ഒന്നും തന്നില്ല. പിന്നെ അതിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യം ഓക്കെ, അത് വിടും. പിന്നെ അല്ലാതെ ലൈക്ക് ദൈവത്തിൻ്റെ ഒരു ഇതായിട്ടാണ് പറയുന്നത്, ലൈക്ക് പ്രീസ്റ്റുകളെ ഇരിക്കുന്ന ഒരു പാത്തായിട്ടാണ് കാണുന്നത്, ദൈവത്തിനോട് സംസാരിക്കാനുള്ള. അല്ലാണ്ട് അവർക്ക് വേറെ ഹോളി ഇതൊന്നുമില്ല. പക്ഷേ ലൈക്ക് പ്രീസ്റ്റുകൾ എന്നുള്ളവർ അവർ വേറെ മനുഷ്യന്മാർ തന്നെയാണ്, അവർക്ക് വേറെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവിലേജും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ക്രിസ്ത്യൻസ് വളരെയധികം പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട്. അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും എല്ലാം നല്ല പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് അവർക്ക് എന്താ പറയുക, അവർക്കൊരു പൊളിറ്റിക്സ് വരെ അവർക്ക് അത്ര എളുപ്പമാണ്. ഇപ്പോൾ നീ കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ, മെത്രാൻ ചെന്ന് പിണറായി വിജയനെ കണ്ടു, അല്ലേ ബിഷപ്പ് എന്ന് ഇന്നാളെ കണ്ടു എന്നേ പറഞ്ഞു. പൊളിറ്റിക്കലി ദേ ഹാവ് ലോട്ട് ഓഫ് പവർ. എന്ന് വെച്ചാൽ ഇത് ഫെയ്ത്ത് ആണ്, സത്യം പറഞ്ഞാൽ ഇതൊരു ഫെയ്ത്ത് ആയിരുന്നു. ലൈക്ക് എനിക്ക് റിലീജിയൻ്റെ മൊത്തമായിട്ടുള്ളൊരു കൺസെപ്റ്റിൽ എൻ്റെ ഇതെന്താന്ന് പറഞ്ഞാൽ, റിലീജിയൻ ശരിക്കും ആൾക്കാർക്കൊരു പിടിവള്ളി എന്നുള്ള രീതിയിലായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. പിടിവള്ളി ഇൻ ദ സെൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം നഷ്ടമായി എന്ന് തോന്നുമ്പോൾ ലൈക്ക് യു ആർ അറ്റ് യുവർ ബോട്ടം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ ആരോടും ഒന്നും പറയാനില്ല. സോ വി ജസ്റ്റ് ബിലീവ് ദർ ഇസ് സമ്മൺ എൽസ് ഹൂസ് ഗോയിങ് ടു ഹെൽപ്പ് അസ്, ഹൂസ് ഗോയിങ് ടു പ്രൊവൈഡ് അസ് വിത്ത് എനിത്തിങ്. നമ്മളെ ആ ഇതിൽ നിന്ന് കരകയറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടെന്ന് വെച്ചാൽ ആ ഫെയ്ത്ത് ആയിരുന്നു വേണ്ടിയിരുന്നത്. മനസ്സിലായി. അതിപ്പോ അത് മാറി ബിസിനസ്സായി. Believing in God make you a bad person or a good person? അത് ടു സൈഡ് ഓഫ് എ കോയിനാ. I mean, ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെ അവിടെ ഞാൻ ഒരു വേറെ ലൈക്ക് റിലേറ്റബിൾ ആയിട്ട് ചോദിക്കാം. ഒരു കള്ളം വിശ്വസിച്ചു, അവന്റെ ലൈഫ് ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ആയി. അപ്പൊ ആ കള്ളം വിശ്വസിക്കുന്നത് നല്ലതാണെന്ന് നീ പറയുക? ഇല്ല. ഇല്ല, കള്ളം വിശ്വസിക്കുന്ന എപ്പോഴും തെറ്റാണ്. കള്ളം പക്ഷെ നമുക്ക് കള്ളമാണോ സത്യമാണോ നമുക്ക് ലൈക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എല്ലാ റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, ഏത് റിലീജിയൻ എടുത്താലും ഹിസ്റ്റോറിയൻസ് എഴുതിയതും അല്ലാതെ ബുക്കുകളും ഇതൊക്കെ വെച്ചാണോ നമ്മൾ ഇന്നതാണ് ഈ റിലീജിയൻ എന്ന് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ചിലപ്പോൾ കള്ളമായിരിക്കാം. ഞങ്ങളുടെ തന്നെ ബൈബിള് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ ഉള്ള ബൈബിള് നീ കണ്ടിട്ടുണ്ടോ? അതായത് ഇത്രേ ഉള്ളൂ, ഈ ഒരു കട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത്ര ഉള്ളതല്ല, കുറേ അധികം ലിറ്ററേച്ചർ ഉണ്ടായിരുന്നതായിരുന്നു. അത് ഒരു കട്ട് ഷോട്ട് ചെയ്ത് ഒരു റിലീജിയൻ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരൊരു ബൈബിൾ ഉണ്ടാക്കിയെടുത്താണെന്നാണ് പറയുന്നത്. അതിന് കുറേ പാർട്സ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ലൈക്ക് കുറേ പാർട്സ് ഷോഡ് ജീസസ് നോട്ട് ആസ് എ ഗോഡ്, ലൈക്ക് എ പ്രൊഫറ്റ്. മനസ്സിലായി. എടാ, ഞാൻ അത് ചോദിച്ചു. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇഫ് ഐ ബിലീവ് ദാറ്റ് there is a God, അപ്പൊ ആ ദൈവം എന്നെ പണിഷ് ചെയ്യും ഞാൻ ഒരു തെറ്റ് കാര്യം ചെയ്താൽ. അല്ലെങ്കിൽ ഇപ്പൊ കടയിൽ പോയി സാധനം മോഷ്ടിച്ചാൽ ദൈവം എന്നെ നരകത്തിൽ വിടും, അല്ലെങ്കിൽ എന്റെ ആഫ്റ്റർ ലൈഫ് സീനാവും ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ് മേ ബി ഓർ മേ നോട്ട് ബി ട്രൂ, വി ഡോണ്ട് നോ. അപ്പൊ ആ ഒരു വിശ്വാസം ഇപ്പൊ തെറ്റാണെന്ന് ചോദിച്ചാൽ, ആ ഒരു കള്ളത്തിൽ വിശ്വസിക്കുന്നതിലൂടെ എന്റെ ലൈഫ്, ഞാൻ ഒരു നല്ല മനുഷ്യനാവും, ഞാൻ ഒന്നും കള്ളമൊന്നും ചെയ്യുന്നില്ല, ആരെയും പറ്റിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു കള്ളം വിശ്വസിച്ചാണ് ഞാൻ നല്ലത് ചെയ്യുന്നത്. അപ്പൊ ഈ കള്ളം എന്ന ഇൻ ദ സെൻസ് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ ഇപ്പൊ അത് കള്ളമാണെന്ന്. അപ്പൊ ഈവൻ ഇഫ് ഇറ്റ്സ് കള്ളം, വുഡ് ദാറ്റ് ബി റൈറ്റ്? ബിക്കോസ് എൻ്റെ ഒരു സിനേറിയോയിൽ എടുത്താൽ ഇത് എനിക്ക് പ്രശ്നമില്ല, അവ ആ കള്ളത്തിൽ വിശ്വസിക്കുന്നതാണ്. മനസ്സിലായോ? ആഫ്റ്റർ ഓൾ റിലീജിയൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഒന്ന് ഇത് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു രീതിയിലാണ്. ലൈക്ക് ഇപ്പോൾ റിലീജിയൻ ഉള്ളതാണ് എനിക്ക് തോന്നുന്ന റിലീജിയന് രണ്ട് സൈഡ് ഉണ്ട് അതിന്. ഒന്ന് ഈ പറഞ്ഞ പോലെ, നീ പറഞ്ഞ പോലെ ഒരു കള്ളമാണെങ്കിലും ആൾക്കാർ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകുമെന്ന് വിശ്വസിച്ച് ചെയ്യാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇറ്റലി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നരകത്തിൽ പോകും അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ പാടില്ല, അല്ലാണ്ട് അത് മോറലി എത്തിക്കലായതുകൊണ്ടല്ല, ഞാൻ നരകത്തിൽ പോകും എന്നുള്ള വിശ്വാസം കൊണ്ട് പേടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഒരു വിധത്തിന് ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യാം. ഹ്യൂമൻ മൈൻഡ്സ് ആർ ലൈക്ക് പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ പെട്ടെന്നൊരു ദേഷ്യം വന്ന ഒരുത്തിന് ഇപ്പോൾ നമ്മൾ കുറേ കാണുന്നുണ്ട് ന്യൂസിലും സംഭവങ്ങളിലൊക്കെ, വയലൻസും അതും ഇതൊക്കെ. ഇപ്പോൾ റിലീജിയൻ എന്ന് പറഞ്ഞൊരു സാധനം ഒരുപക്ഷെ അതൊരു പിടിച്ചു നിർത്താനും ഉപയോഗിക്കായിരുന്നു മര്യാദയ്ക്ക്. ലൈക്ക് ആൾക്കാരെ കുറച്ചുകൂടി ഒന്ന് പീസാക്കാനും ഉപയോഗിക്കായിരുന്നു. പക്ഷെ അതുവരെ നമ്മൾ പിന്നെയും അത് വെച്ച് അത് പോയിസണസ് ആക്കുകയാണ്. നമ്മൾ ആ ഫെയ്ത്തിനെ അങ്ങ് പോയിസണസ് ആക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നതിൽ ഞാൻ
ഞാൻ ഇഷ്ടംമാതിരി ബിലീവേഴ്സ്, പല ടൈപ്പ് ബിലീവേഴ്സ് ഉണ്ട്. ചിലർ സ്ട്രോങ് ബിലീവേഴ്സ് ആയിരിക്കും, ഞാൻ കണ്ടേക്കുന്ന ആൾക്കാരാട്ടോ. ഭയങ്കര ബിലീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും കുർബാന ചെയ്തിരിക്കും, ഇങ്ങനെ എല്ലാം ചെയ്യും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ദേ ആർ ഷിറ്റി പീപ്പിൾ. ബാക്കിയുള്ളവരെ പാര വയ്ക്കുക, സ്വന്തം മക്കളോട് വിധി ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ബട്ട് ചിലവർ ആ റിലീജിയൻ എന്ന് പറഞ്ഞൊരു ഹോപ്പായിട്ട് കാണുന്നവരുണ്ട്. ലൈക്ക് മോസ്റ്റ് ഡെസ്പെയറിലുള്ള ആൾക്കാർ ചിലവർ ഹോപ്പായിട്ട് കാണുന്നവരുണ്ട്, ചിലവർ പേടി ആയിട്ട് കാണുന്നവരുണ്ട്. ലൈക്ക് ആഫ്റ്റർ ലൈഫ് എന്താകും എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. എടാ, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ദൈവം എല്ലാ സംഭവവും പെർസോണിഫിക്കേഷൻ ഓഫ് വാല്യൂസ് ആണ്. ഇപ്പൊ ജീസസ് എന്നൊരു സംഭവം എടുത്താൽ ഒരു സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ ഒരു നല്ല മനുഷ്യൻ, ഒരു ഐഡിയൽ മാൻ എങ്ങനെയായിരിക്കണം? പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യണം, വൂണ്ടഡ് ആൾക്കാരെ നോക്കണം, ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കണം, സഫർ ചെയ്യണം ഇത്തിരി, മറ്റേ എപ്പോഴും റൈറ്റ് കാര്യം ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറെ വാല്യൂസ് ഉണ്ട്. എപ്പോഴും കള്ളം പറയല്, ഈ ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, ഈ വാല്യൂസ് എല്ലാം കൂടെ ഒരു 100, 300, 400, 500, 600, 700 വർഷം, 1000 വർഷമൊക്കെ ആകുമ്പോൾ ഇതെല്ലാം കൂടി ഒരു ഐഡിയലിൽ ഇങ്ങനെ അങ്ങ് ഒരുമിപ്പിക്കും. അപ്പൊ ഈ ഒരുമിക്കുന്ന സാധനമാണ് ജീസസ്, ദൈവം, ബൈബിൾ, അങ്ങനെ എല്ലാം പറയുന്നത്. അതിലേക്ക് എന്റെ അക്കോർഡിങ്, ഞാൻ വായിച്ച കുറച്ച് സ്റ്റഡീസ് നിന്ന് എനിക്ക് മനസ്സിലായത്, ഗോഡ് ഇസ് എ പെർസോണിഫിക്കേഷൻ ഓഫ് വാല്യൂസ്. ഇപ്പൊ നീ ഇപ്പൊ അർജുനനെ എടുത്താലും അള്ളാഹുവിനെ എടുത്താലും ക്രിസ്ത്യൻസിനെ അല്ലെങ്കിൽ ജീസസിനെ എടുത്താലും ഇറ്റ്സ് ഓൾ എ പെർസോണിഫിക്കേഷൻ ഓഫ് വാല്യൂസ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കിപ്പോ പേഴ്സണലി എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഐ ഹാവ് ബിൻ ഫ്രം ദിസ് പ്ലേസ് ഓഫ് ബീങ് ആൻ ഏത്തിയസ്റ്റ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഇവന്മാരൊക്കെ എന്തിനാണ് മേളിൽ ഏതോ താടിയും വെച്ച് നമ്മളെങ്ങനെ സേവിക്കായിരിക്കുമല്ലേ, പ്രാന്താണ്, ഇപ്പോഴും കാർട്ടൂൺ വിശ്വസിച്ചാണ് അത്രയും ലൈക്ക് ഐ ഹാഡ് ഹേട്രഡ് ടുവേർഡ്സ് പീപ്പിൾ ബിലീവിങ് ഇൻ ഗോഡ്. അത്രയും റാഡിക്കൽ ആയിരുന്നു. അപ്പൊ ലൈക്ക് ഐ ഹാഡ് ദിസ് ജേർണി ഫ്രം ബീങ് ദാറ്റ് റാഡിക്കൽ ടു എ സോഫ്റ്റ് ജേർണി ടു ബീങ് അഗ്നോസ്റ്റിക്, ലൈക്ക് ഇപ്പൊ നിന്നെ പോലെ. പിന്നെ ഞാൻ പതുക്കെ ലൈക്ക് ഐ ഹാഡ് ദിസ് തിങ് എൻ്റെ ഉള്ളിൽ. ഇപ്പൊ എനിക്ക് എന്തോ ഫീൽ ചെയ്യാൻ പറ്റും. എന്ത് ഫീൽ ചെയ്യാം? ഇൻ ദ സെൻസ് ദാറ്റ് there are some things you need to feel it to believe it. അപ്പോൾ എനിക്കിത് എൻ്റെ പേഴ്സണൽ, നമുക്ക് ചില ലൈഫ് ഇവൻറ്റ്സ് എന്നൊക്കെ തോന്നും. ഇപ്പൊ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ നമ്മൾ മണ്ടത്തരവും, ലൈക്ക് യു ഫീൽ ലൈക്ക് ദർ ഷുഡ് ബി മെനി തിങ്സ് അലൈനിങ് ടു ഡയറക്റ്റ് യു ഇൻ എ പർട്ടിക്കുലർ പാത്ത്. ആൻഡ് അത് ലക്ക് എന്ന് പറയുമായിരിക്കും ചിലവര്. പക്ഷെ എനിക്ക് ആ സമയത്ത് ലൈക്ക് ഐ ഫെൽ ലൈക്ക് ദർ വാസ് സംവൺ ഗൈഡിങ് മീ ത്രൂ ദിസ്. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരുന്നു. എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഫിലോസഫിയാണ് എടുത്തത്. സോ ഐ വെന്റ് ഇൻ ടു ഫിലോസഫി തിങ്കിങ് ദാറ്റ് എനിക്ക് എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കിട്ടും. ഞാൻ എന്തോന്ന് മോറലി സുപ്പീരിയർ ആയി, എൻ്റെ മെന്റലി പീസ്ഫുൾ ആയി ഇറങ്ങും. ദേ ഫക്കിംഗ് ഫെയിൽഡ്. ആൻഡ് ആ ഡിഗ്രി കൊണ്ടൊരു യൂസ്ലെസ് ഡിഗ്രിയാണ്. സോ ഐ വാസ് ലൈക്ക് ഒന്നും ചെയ്യില്ല. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ആ ജോലി ഈ ജോലി അങ്ങനെ എല്ലാം ഞാൻ ചിന്തിച്ചു. ഒന്നും സെറ്റായില്ല. ഞാൻ ഇങ്ങനെ വെളിയിൽ പോകാനുള്ള പ്ലാനിലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഐ ബിലീവ് ദാറ്റ് വാസ് എ റിയലി ബാഡ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ ഒരുമാതിരി എൻ്റെ മൈൻഡ് സെറ്റും എല്ലാം ഭയങ്കര ബാഡായിരുന്നു. അപ്പോൾ കറക്റ്റാണ് ഈ അനിയൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കമ്മല് കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ, അപ്പൊ അവൾ എന്തോ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ ഭയങ്കര മാർജിൻ ഉള്ള പോലെ തോന്നി കമ്മലിന്. അവൻ ഡയറക്റ്റ് ബാംഗ്ലൂരിൽ പോയി സാധനം എടുത്ത് ഒറ്റ വേണ്ടി ഇങ്ങനെ പോയി സാധനം എടുത്തു. തിരിച്ചു വന്നു കമ്മലും കൊണ്ട് ഒരു 10,000 രൂപയ്ക്ക് അവൻ കമ്മൽ എടുത്തോണ്ട് വന്നു. അവ ഇവിടെ വന്നിട്ട് മീഷോ ലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. മീഷോ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തപ്പോ അതിന്റെ GST പണി വാളി. അങ്ങനെ ഈസി മണി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് 1 മാസം 1.5 മാസം അവിടെ ഇരുന്നു. ഞാൻ ആ കമ്മലും എടുത്തുകൊണ്ട് പോയി. ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഇറങ്ങി. ഇതൊരു 10, 200, 300 ആന്റിമാരുടെ അടുത്ത് പോയി, പിള്ളേരുടെ അടുത്ത് പോയി, എല്ലാ ഫീമെയിൽസിന്റെ അടുത്തും പോയി. എക്സ്ക്യൂസ് മീ, സ്റ്റാർട്ടപ്പ് ഫെയിലിയർ, നമ്മളിങ്ങനെ കോളേജ് ബോയ്സ് ആണ്, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നോക്കിയത് വർക്കൗട്ട് ആയില്ല, അപ്പോ ചീപ്പിന് എടുക്കുന്നു എന്ന് പറഞ്ഞ് വി ടേൺ ദാറ്റ് 10,000 into 20,000, ഡബിൾഡ്. സോ ഇത് പക്ക റാൻഡം. ഓക്കെ,
പക്ക ലൈക്ക് ഐ ഹാഡ് നോ ഐഡിയ. ആൻഡ് അത് ആ ഒരു സക്സസ് കാരണം ഞാൻ പിന്നെയും ബാംഗ്ലൂർ പോയി. സാധനങ്ങളൊക്കെ എടുക്കുന്നു, കമ്മലും അതൊക്കെ എടുക്കുന്നു, തിരിച്ചു വരുന്നു, പിന്നെയും വരുന്നു, പിന്നെയും ഡബിൾ ആയിട്ട് വെക്കുന്നു. ഒരു 10-300 രൂപ തന്നെ കാണുന്നു. ആ ഒരു 15,000 30,000 ആക്കിയ. അപ്പൊ എനിക്കിങ്ങനെ പെട്ടെന്ന് ഓക്കെ ഐ ക്യാൻ മേക്ക് മണി, ദർ ഇസ് സ്റ്റിൽ ഹോപ്പ്. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഐ ഹാഡ് ലോസ്റ്റ് ഹോപ്പ്. മനസ്സിലായി എനിക്ക് എന്തോ വിൽ ഐ ബി നോട്ട് ദാറ്റ് ഗ്രേറ്റ്, ബിക്കോസ് എന്റെ മൈൻഡിലുള്ള ഡെലൂലു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് വന്ന് റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്തപ്പോ ആ ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ എന്റെ ഫ്രണ്ടിന്, എനിക്ക് സെയിൽസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെന്തോ തുണി, പൊറോട്ട മെഷീൻ, അത് ഇതെന്ന് പറഞ്ഞാൽ കുറെ സാധനം സെല്ല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഒരു ഐഡിയ ഉണ്ട്, ഒരു ലുക്ക് വാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആയിട്ട് കണ്ടു. എന്റെ പ്രോഡക്റ്റ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ കയറി അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. കോൾഡ് അപ്രോച്ച് ബിസിനസ് ഓണേഴ്സിനെ അപ്രോച്ച് ചെയ്ത് ഒരു 10-20 പേരെ അപ്രോച്ച് ചെയ്ത് കുറെ സമ്മതിച്ച്, കുറെ ഇഷ്ടപ്പെട്ടില്ല, കുറെ തഴഞ്ഞു വിട്ട്. അത് 25ാമത്തെ ആളിനായിരിക്കും ഒരു സെലിബ്രിറ്റീനെ കണ്ടുകൂട്ടി. പുള്ളിക്കാരനാണ് ഒരു 1.5 ലക്ഷത്തിന്റെ കോൺട്രാക്ട് തരാന്ന് പറഞ്ഞു. എന്റെ സാധനം ഇല്ല, എന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഞാൻ ഈ കമ്പനിയിൽ നിന്നാണ്, ഞാൻ ഇതാണ് സംഭവം ചെയ്യുന്നത്, ഞാൻ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെലിബ്രിറ്റി ചേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, ഒരാൾ ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചപ്പോൾ ആ മോനെ ഇത് കൊള്ളാമല്ലോ, ഭയങ്കര ക്രിയേറ്റീവ് ആണല്ലോ, നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആൾക്കാരെ. എനിക്കൊരു മാസത്തെ കോൺട്രാക്ട് വേണം, ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിന്റെ കോൺട്രാക്ട് വേണം. അപ്പോഴാണ് എന്റെ സാധനം ഇല്ല, ഞാൻ ഫോട്ടോയും കൊണ്ട് നടക്കുകയാണ്, ഒന്നുമില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് സാധനമൊക്കെ ഓർഡർ ചെയ്തു, സ്വന്തം കമ്പനി തുടങ്ങി. സോ ആ ഒരു ജേർണിയിൽ എനിക്ക് പെട്ടെന്ന് എന്റെ അനിയൻ അവന്റെ ഗേൾഫ്രണ്ടിന് കമ്മലിന് ബാർഗെയിൻ ചെയ്യുന്നതുണ്ട്. അവൻ ഇങ്ങനെ ഓക്കെ ഇതിന് മാർജിൻ ഉണ്ട്. ആ ഒരു തോട്ട് ദാറ്റ് ലെറ്റ് മീ ടു സ്റ്റാർട്ടിങ് മൈ ഓൺ കമ്പനി. ഇത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ കണക്ട് ആവൂല ഒരിക്കലും. അനിയ അവന്റെ ഗേൾഫ്രണ്ടിന്റെ കമ്പനി നോക്കിയിട്ട് എടാ ഇങ്ങനെയാണ് എന്റെ ചേട്ടൻ, ഞാൻ നിന്റെ കമ്മല് മേടിച്ചു തന്ന കമ്പനി തുടങ്ങുമെന്നോ അവൻ ആലോചിക്കൂല. പക്ഷെ ദിസ് ലെഡ് ടു ദിസ്. ആൻഡ് സംടൈംസ് ഒരു ഇത്തിരി ഹോപ്പല്ല, എനിക്ക് എന്റെ മനസ്സിൽ ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ വാട്ട് ടു സേ, എടാ ഞാനിപ്പോ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്ത് ഐ ഹാവ് എ ഡ്യൂട്ടി ടു ഗോഡ് ടു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഫുൾഫിൽ മൈ ഡ്യൂട്ടീസ് of working out, of waking up early, of making my family happy, of providing for my family, of finding things to struggle, of starting a new business. I have duties to God. ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഗോഡ് ബാഡ് ആവും. ലൈക്ക് നീ വിശ്വസിക്കാം, നീ എന്തോടാ പറയണത്, എന്ത് മണ്ടത്തിലാ പറയണത്. അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ് മേക്സ് ദ ജോബ് ഈസിയർ. മനസ്സിലായോ? ഇഫ് ഐ ബിലീവ് ഐ എം റിലീജിയസ്, ലൈക്ക് എനിക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ ചേഞ്ച്. പക്ഷെ അല്ലാതെ ഞാൻ ഭയങ്കര റാഷണൽ ആയിട്ട് അങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചോ, ഇത് ചെയ്യണോ വേണ്ടേ, അത് ചെയ്യണോ വേണ്ടേ, ഇത് ചെയ്യണോ. ടു മച്ച് റീസൺ ഇസ് ബാഡ്. ലൈക്ക് ഡു യു അണ്ടർസ്റ്റാൻഡ് വെയർ ഐ ആം കമ്മിങ് ഫ്രം? What according to you is the purpose of human life? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈഫിന് ഒരു പർപ്പസ്. ഇപ്പൊ ഞാനൊരു സുവോളജിസ്റ്റാ, എനിക്കതുകൊണ്ട് ബാക്കി മൃഗങ്ങളുടെയൊക്കെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈറ്റ്, പ്രൊക്രിയേറ്റ്, സർവൈവൽ, അത്രേ ഉള്ളൂ. ഹ്യൂമൻ ലൈഫ്സിന് ഒരു പർപ്പസ് നമ്മളായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ലൈക്ക് നമുക്കൊരു വലിയ പർപ്പസ് ഉണ്ടെന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചതാണ്. ഞാൻ നിന്റെ പേഴ്സണൽ പർപ്പസിന്റെ കാര്യം പേഴ്സണലായിട്ട് ഐ തിങ്ക് വി ആർ മെന്റ് ഫോർ ഗ്രേറ്റ് തിങ്സ്. അതിന് നമുക്കൊരു എന്താ നമ്മൾ തന്നെ ചെയ്യണം അത്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് സമ്മൺ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് അസ് ത്രൂ ദാറ്റ്. ഒരു ദൈവം എന്നുള്ളൊരു പെർസ്പെക്റ്റീവില് ഇപ്പോൾ നിനക്കതൊരു വിശ്വാസമാണ്, വിശ്വാസമല്ല ഒരു ഫെയ്ത്ത് അല്ലേ, എന്താ പറയണേ, വിശ്വാസം എന്ന് പറയാൻ പറ്റില്ലല്ലോ. യു ജസ്റ്റ് തിങ്ക് സമ്മൺ ഇസ് ദെയർ, അല്ലേ? I have faith, yeah. This much I know, this much I don't know. Same. എനിക്കും അങ്ങനെ കൃത്യം ഞാൻ പറയുന്നത് ദൈവം ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ലൈക്ക് അങ്ങനെ ഒരു എനിക്ക് അറിഞ്ഞുകൂടാ, അതാണ് അഗ്നോസ്റ്റിക്. എനിക്കറിയില്ല, എൻ്റെ റീസൺസ് ആണ് ഞാൻ പറഞ്ഞത്.
എൻ്റെ റീസൺസ് അനുസരിച്ച് ഹ്യൂമൻസിന് എന്താണ് അവരുടെ മെയിൻ പർപ്പസ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം നമ്മൾ പലതും കാണുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളത്. ശരിക്കും നമ്മുടെ പർപ്പസ് എന്താ? According to me, our purpose is to be our maximum self, to accomplish, to know ourself to the fullest, to take on the most responsibility possible. ഏറ്റവും വലിയ ഭാരം എടുത്ത് മലേന്റെ മണ്ടേ ചുമന്നുകൊണ്ട് പോവുക. അത് ചുമന്നുകൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തലല്ല, നിന്നെ എത്ര ഈ ഭൂമിക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതൊക്കെയാണ് എൻ്റെ ഇത്. ലൈക്ക് ഹൗ മച്ച് ആർ യു, ഒരു സംഭവം ഇപ്പൊ നീ ഒരു എക്സ്പാൻഡബിൾ സാധനം നിന്നെ എത്ര എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഹൗ മച്ച് ഇമ്പാക്ട് ക്യാൻ യു മേക്ക്. സോ ഐ ഓൾവേസ് ഫൈൻഡ് ദ സ്റ്റോറി ഓഫ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. എനിക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ഇപ്പോ ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു കഥ കേട്ട്. പുള്ളിക്കാരൻ നോൺ വേൾഡ് എന്ന് പറഞ്ഞൊരു വേൾഡ് ഉണ്ടായിരുന്നു. കുറെ വേൾഡ് ഒന്നും ആ സമയത്ത് അവർ കണ്ടുപിടിച്ചിട്ടില്ല, കുറെ ഭാഗങ്ങൾ ഷിപ്പിലൊന്നും പോയിട്ടില്ല. അലക്സാണ്ടർ നോൺ വേൾഡ് ഫുൾ കോൺകർ ചെയ്തു. മനുഷ്യൻ ആ സമയത്ത് അവരുടെ മനുഷ്യൻ അറിയാവുന്ന സ്ഥലങ്ങളെല്ലാം അലക്സാണ്ടർ ദ ഗ്രേറ്റ് കോൺകർ ചെയ്തിട്ട് അവസാനത്തെ യുദ്ധം ജയിച്ച് യുദ്ധഭൂമിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. ഓ ലോർഡ്, I have nothing else to conquer. What will I do now? Imagine what he would have felt. I believe man has an innate need for struggle. എന്തേലും ഒരു അടുത്ത സ്ട്രഗിൾ. ഇപ്പൊ നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നീ ഒരു പ്ലാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദാറ്റ്? നീഡ് ഫോർ സ്ട്രഗിൾ. നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ബിസിനസ് മാത്രമല്ല, ഒരു ഫിസിക്കൽ സ്ട്രഗിൾ, ജിമ്മിൽ പോകണം, സെറ്റ് ചെയ്യണം. ഒരു മെന്റൽ സ്ട്രഗിൾ, ഓക്കെ മെഡിറ്റേറ്റ് ചെയ്യണം, അങ്ങനെ എന്തേലും ഒരു യോഗി അങ്ങനെയൊക്കെ എടുത്താലും മെന്റൽ സ്ട്രഗിൾ. മെൻ ഓൾവേസ് ഹാവ് ദിസ് ഇനേറ്റ് ഡിസയർ ഫോർ സ്ട്രഗിൾ. ഡോണ്ട് യു അഗ്രി? സ്ട്രഗിൾ അല്ലേ ഹ്യൂമൻ ലൈഫിന്റെ പർപ്പസ് തന്നെ? ഹ്യൂമൻ ലൈഫിന്റെ പർപ്പസ് തന്നെ സ്ട്രഗിൾ എന്ന് വേണേൽ പറയാം. കാരണം സ്ട്രഗിൾ ചെയ്യാതെ ഇവിടെ എത്തൂല നമ്മളെ കൊണ്ട്. ചിലർക്ക് ഇറ്റ്സ് ഈസി ഫോർ സം പീപ്പിൾ, ലൈക്ക് എന്താ പറയുക, അവരുടെ പാരൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിരിക്കാം. ബട്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ മെൻ നമുക്ക് കുറച്ച് സ്ട്രഗിൾ ആണ്. കുറച്ചൊന്നല്ല, നല്ല സ്ട്രഗിളാണ് അത്. ആ സ്ട്രഗിൾ നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അവസാനം വാട്ട് ഡു വി ഗെറ്റ്? അതിലാണ് എൻ്റെ ക്വസ്റ്റ്യൻ വന്ന് നിൽക്കുന്നത്. വി ഡു ഓൾ ദീസ് തിങ്സ്. ഇപ്പം അലക്സാണ്ടർ ഗ്രേറ്റിൻ്റെ കാര്യം നീ പറഞ്ഞില്ലേ, പുള്ളി ഇതുപോലെ ഹി കോൺകേർഡ് വേൾഡ്സ്, ലൈക്ക് നോൺ വേൾഡ് ഫുള്ള് കോൺകർ ചെയ്തു. അറ്റ് ലാസ്റ്റ് ഹി തോട്ട് എന്തിനായിരുന്നു? അതാണ് പുള്ളിയുടെ മനസ്സിൽ കൂടെ ആദ്യം പോയത്. അല്ലാതെ ഇനി സ്ഥലമില്ല കോൺകർ ചെയ്യാന്നുള്ളതല്ല. അല്ലടാ, എന്തിനായിട്ട് അല്ല ഇനി സ്ഥലമില്ല കോൺകർ ചെയ്യാൻ? ബിക്കോസ് that made him depressed. ഇനി ഇല്ല എന്നുള്ളത്. That made him. എടാ, I believe നമ്മളിപ്പോഴും it's not about the why for struggle, അല്ലെ the reason for struggle is the struggle itself. മനസ്സിലായോ? നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഈ ഡെസ്റ്റിനേഷൻ എത്തിയ സ്ട്രഗിൾ തീരും, പിന്നെ ഫുൾ മറ്റേ ഡോപ്പമീൻ ഹെവൻ ഇല്ല. മനുഷ്യൻ ജനിച്ചാൽ അവിടം തൊട്ട് ഈ മരണം വരെ സ്ട്രഗിളാണ്. എന്തിനുള്ള സ്ട്രഗിൾ എന്ന് വെച്ചാ, എടാ സ്ട്രഗിൾ ഇല്ലാതെയാണ് മനുഷ്യൻ ഇല്ലാണ്ടായി പോകുന്നത്. നീ ആലോചിച്ചു, ഇപ്പൊ തന്നെ ഡിപ്രഷൻ, വിഷമം, ഈ എല്ലാ പ്രശ്നവും വരുന്നത് തന്നെ when you don't have a external struggle. You put out this internal struggle with yourself. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഇപ്പൊ എന്റെ സെയിം അവസ്ഥയാണ്. ഞാൻ ഇപ്പൊ എനിക്ക് പറ്റൂല, പക്ഷെ ഞാൻ ഒരു പകുതി ദിവസം ഇപ്പൊ ഒരു റീൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാതെ കുറെ ജങ്ക് ഫുഡും കഴിച്ച് വെറുതെ ഇരിക്കുവാണ്. ഐ എം ഡിപ്രസ്ഡ് ആസ് ഫക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ ദേ പ്രിസ്ക്രൈബ് ദിസ് തിങ് കോൾഡ് ക്ലിനിക്കൽ ഡിപ്രഷൻ. ഓക്കെ, ഞാൻ ഡിപ്രഷൻ അടിച്ചു, നൗ ഐ ഹാവ് ദ എക്സ്ക്യൂസ് ടു നോട്ട് ഡു ഷിറ്റ് ഫോർ 6 months 1 year. എനിക്കിത് ഡിപ്രഷനായി. പക്ഷെ ഇപ്പൊ എൻ്റെ അവസ്ഥ അതേ സമയത്ത് ഞാൻ എടുത്ത് രാവിലെ എനിക്ക് ജിമ്മിൽ പോയി എല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്താൽ ആലോചിക്കുന്നേ ഇല്ല. ഐ എം സ്ട്രഗിളിങ് ആൻഡ് ഐ എം ഹാപ്പി ഡ്യൂറിങ് ദ സ്ട്രഗിൾ.
I think as a man, you should be a smiling warrior. You should be fighting with a happy face. എൻ്റെ ഒരു മനസ്സിൽ അതാണ് ജീവിതത്തിന്റെ അർത്ഥവും ജീവിതത്തിന്റെ പർപ്പസ് എന്ന് തന്നെ. ഡു യു അണ്ടർസ്റ്റാൻഡ് വേർ ഐ എം കമ്മിങ് ഫ്രം? ശരിയാണ്. സ്ട്രഗിൾ ഇല്ലെങ്കിൽ ഹ്യൂമൻസ് ഒരു എനിക്ക് അതെ എനിക്കിപ്പോ ലൈക്ക് കുറച്ചൊന്ന് എന്തെങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഒരു ബാഡ് ഒരു ഡിപ്രസ്ഡ് ഫീലിംഗ് വരും. പക്ഷെ വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ദാറ്റ്. നമ്മളത് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് നോർമലാണ്. കാരണം നമ്മൾ ഒന്നും അച്ചീവ് ചെയ്യണമെന്ന് നമുക്ക് തോന്നി കഴിയുമ്പോൾ നമുക്ക് തോന്നും അപ്പൊ എന്നാണ് ഡിപ്രഷൻ. നമ്മളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ. പക്ഷെ എനിക്ക് കാര്യം ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു കഴിയുമ്പോൾ തന്നെ ഐ തിങ്ക് ഓഫ് മേക്കിംഗ് മൈ ലൈഫ് ബെറ്റർ. ഞാൻ അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ ഞാൻ പിറ്റേ ദിവസം ചിലപ്പോൾ മര്യാദയ്ക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ, അത് കുറച്ചുകൂടെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതിൽ നിന്ന് ആ ലൂപ്പിൽ നിന്ന് നമ്മളൊന്ന് ഇതായി പോയി കഴിയുമ്പോൾ പിന്നെ നീ പറഞ്ഞ പോലെ റീൽസോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതേ ഡിപ്രസ് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇൻസ്റ്റ കളയും. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ആ ബോധമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അത് കളയും. കാരണം കുറേ നേരം ഇൻസ്റ്റ ഇറ്റ്സ് മെന്റ് ടു മേക്ക് അസ് ഡിപ്രസ്. ലൈക്ക് കുറേ നേരം ഇൻസ്റ്റ നോക്കിക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഹാപ്പിനെസ്സിന് വരെ നമ്മളൊരുമാതിരി ഒരു ഡിപ്രസ് സ്റ്റേറ്റിലെത്തും. എന്തിനാണ് നമ്മൾ ഈ ഇത്രയും സമയം വേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇറ്റ്സ് ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ആർ നോട്ട് റെഡി ടു ഫൈറ്റ്. പീപ്പിൾ ജസ്റ്റ് ഇപ്പം ഞാനാണെങ്കിൽ പോലും എനിക്കെന്നല്ല ആർക്കും ഇപ്പം നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും ഇഫ് വി ഗെറ്റ് സംതിങ് ഈസി വി ഓൾവേസ് ചൂസ് ഈസി. വി ഡോണ്ട് വാണ്ട് ടു ഫൈറ്റ്. No man, it's always about choosing. You have always the choice of the easy way and the hard way. The easy way is literally the easy way. You can take it and get that easy dopamine. But if you go through that shit that nobody is willing to go through, I think as a man, if you feel respected, if you feel like you are the man, നിന്നെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നീ റൂമിൽ കയറിയ ഓക്കെ ഇവനാണ്, ഇവൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇവൻ ഇത്ര ഇതാണ്, അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ ഐ തിങ്ക് ആണുങ്ങൾക്ക് അതല്ലേ വേണ്ടത്. ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഫീമെയിൽ എക്സിസ്റ്റൻസ്, ബട്ട് എനിക്ക് ഒരു മാൻ എന്നൊരു സംഭവം എല്ലാ ഡിപ്രഷനും ഉള്ള ക്യൂറാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ആണ് എനിക്ക് തോന്നുന്നത്. കൈൻഡ് ഓഫ് അതെ, ഒരു വർക്ക് ചെയ്യാനുള്ള മൈൻഡ് തന്നെയാണ് ഏറ്റവും വലിയ ഇത്. ലൈക്ക് ഒരു ഡിപ്രഷനുള്ള ക്യൂർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ ഡിപ്രഷന് കൊടുക്കുന്ന മരുന്ന് ഏതൊക്കെയാ? മറ്റേ അഡ്രോളൊക്കെ കൊടുക്കുന്നത്, അത് ADHD കൊടുക്കുന്നതാണ്. അഡ്രോള് ഫോക്കസ് ആകാൻ വേണ്ടി. എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ചെറിയ ADHD പോലെ ഉണ്ടോന്ന്. ലൈക്ക് ഐ കാൺ ഫോക്കസ് ഓൺ എനിത്തിങ് അത് ലൈക്ക് അതൊരു സാധനത്തിൽ തന്നെ അങ്ങ് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില സമയത്ത് ഭയങ്കര ഹൈപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും. ഞാൻ ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചത്. അതിന് ചിലർ അഡ്രോളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് സൈക്കാട്രിസ്റ്റും. പക്ഷെ അത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതില്ലാണ്ട് പറ്റാതെ വരും. ഇപ്പം ഡിപ്രസീവ് സ്റ്റേറ്റിലുള്ള ഒരാൾ എന്തെങ്കിലും ഒരു മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടി ദേ വിൽ ബി ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ ദാറ്റ്. അത് കിട്ടാതെ അവർക്ക് പറ്റാതെ തുടങ്ങും. എൻ്റെ ഒരു വിശ്വാസം ഈ ഡിപ്രഷൻ എന്ന അജണ്ട തന്നെ ഫേക്കാണ്. ബിക്കോസ് നീ ആലോചിച്ച് നോക്ക്, ഹ്യൂമൻസ് ഈ ഒരു കാലത്ത് ആർ ദ മോസ്റ്റ് കംഫർട്ടബിൾ സ്റ്റേറ്റ് ദേ ഹാവ് എവർ ബെൻ. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ നോളേജ് ഉണ്ട്, ഹെൽത്ത് വൈസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെത്ത് റേറ്റ് കുറവും, ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ്, കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടുതലും എല്ലാം ഉള്ള സമയമാണിത്. കംഫർട്ടിന്റെ അറ്റ്മോസ്റ്റ് പീക്ക്. ഒരു 14th അല്ലെങ്കിൽ 13th അല്ലെങ്കിൽ 11th സെഞ്ചുറി ഒരു ആവറേജ് മാൻ എടുത്താലും ഇന്നത്തെ കാലത്ത് ഒരു ആവറേജ് മാൻ എടുത്താലും ഇന്നത്തെ കാലത്ത് ആവറേജ് മാൻ ഇസ് 1000 times better, 1000 times more comfortable than him. Okay, but imagine കംഫർട്ടിന്റെ റേറ്റും ഇങ്ങനെ പോകുന്നു, ഡിപ്രഷന്റെ റേറ്റും ഇങ്ങനെ പോകുന്നു. സോ ആസ് എ റാഷണൽ മാൻ നീ ആലോചിക്കുകയാണ്,
നോർമലി കംഫർട്ട് കൂടുമ്പോ ഡിപ്രഷൻ കുറയല്ലേ ചെയ്യണ്ട. അതെ, ഇതെന്താണ് കംഫർട്ട് കൂടുമ്പോ ഡിപ്രഷൻ കൂടുന്നത്? ശരിയാണ്. ഇപ്പൊ ഡിപ്രഷൻ ശരിയാണ്. കംഫർട്ട് ഇപ്പൊ എല്ലാം കംഫർട്ടബിൾ ആയില്ലേ നമുക്കിപ്പോ, ട്രാവലിംഗ് ആണേലും എല്ലാ കാര്യങ്ങളും. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ ഡിപ്രസീവ് സ്റ്റേറ്റ്സ്, ഡിപ്രഷനാണ് ആൾക്കാർക്ക് കൂടുതൽ. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയാ, നമ്മൾ മടിയന്മാരായി പോകുന്നതുകൊണ്ടാണ് തോന്നുന്നത് അല്ലേ? പീപ്പിൾ ആർ ഗെറ്റിംഗ് ലേസി. എൻ്റെ കാര്യം തന്നെയാണ്, ഞാൻ മടിയനായി പോകുന്നത്, മിക്ക സമയം മടിയനായി പോകാറുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അതൊന്ന് ഓവർകം ചെയ്യാൻ ഇടയ്ക്കെങ്കിലും നോക്കും. മനസ്സ് വരുമ്പോ പറഞ്ഞ പോലെ ഇടയ്ക്കെങ്കിലും ഫോക്കസ് ആയി വരുമ്പോ നോക്കും. കാരണം അതർവൈസ് ഐ നോ നമ്മൾക്കാരും ഒന്നും സിൽവർ പ്ലാറ്ററി കൊണ്ട് തരാൻ പോണില്ല. വർക്ക് ചെയ്തില്ല നമ്മൾ വരുന്നു. എടാ പക്ഷെ ആസ് ഡിപ്രഷൻ ആസ് എ ഹോൾ, എടാ ഇന്നത്തെ കാലത്ത് തന്നെ ഇപ്പൊ നീ ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ യു വോണ്ട് പീപ്പിൾ ടു കം ബാക്ക് ടു യു. മനസ്സിലായി? യു വോണ്ട്, ബിക്കോസ് നിന്റെ ബിസിനസ് ആണത്. യു ഡോണ്ട് ഗെറ്റ് പെയ്ഡ്, ഹി ഡസ് നോട്ട് കം ബാക്ക്. ഞാൻ ഇപ്പൊ ഒരു സിറ്റിങ്ങിന് വന്നു നിന്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എടാ നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഓക്കെ, നീ സൈക്കോളജിസ്റ്റ് ആണ്, എനിക്ക് ഇത്തിരി എൻ്റെ മൈൻഡ് ഭയങ്കര ബാഡാണ്. ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് എടാ എനിക്ക് ഭയങ്കര ബാഡ് അടിക്കേണ്ടതാണ്. അപ്പൊ നീ പറയാണ് എടാ ഇല്ലടാ നിന്റെ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ പറ്റി, ഓ അങ്ങനെ സംഭവിച്ചു, അതാണ് കാരണം. ഓ അത് മാത്രമല്ല ഇങ്ങനെ നിനക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ. ഓ അപ്പൊ ഞാൻ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി എൻ്റെ പെയിൻസ്, എൻ്റെ വിഷമമുള്ള കാര്യങ്ങൾ, എനിക്ക് റിഗ്രറ്റ് ഉള്ള കാര്യങ്ങൾ, എനിക്ക് ഗിൽറ്റ് ഉള്ള കാര്യങ്ങൾ ഒരാളുടെ കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ലിറ്ററലി ഗെറ്റിംഗ് ഡ്രൗണ്ട് ഇൻ ദാറ്റ് ബാഡ് നെഗറ്റീവ് തോട്ട്സ്. അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിറ്ററലി. ഞാൻ ആലോചിച്ച് നോക്കണം, മനസ്സിലായോ? അപ്പോൾ നീ ആലോചിച്ച് നോക്കും. പിന്നെ ആ ഒരു 30 ദിവസം നീ കണ്ടിന്യൂസ്ലി നിന്റെ വിഷമത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന നീ കുറച്ചും കൂടി ഡിപ്രസ്ഡ് ആവുക, നിന്റെ ഡിപ്രഷൻ പോകുമോ? ശരിയാണ്. പക്ഷെ നീ അതേ സമയത്ത് കുറച്ച് അടച്ച് ഒരു ജിമ്മിലൊക്കെ പോയി, എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്തു, വല്ല ബാബുമാരുടെ സംസാരിച്ച്, എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് ചെയ്ത്, എന്തെങ്കിലും പുതിയ ഫ്രണ്ട് ഗ്രൂപ്പിൽ പോയി പുതിയ കണക്ഷൻസ് ഉണ്ടാക്കി, പുതിയ മൂവ് ചെയ്യാൻ തുടങ്ങി ജീവിതത്തിൽ. അതേ സമയത്ത് യു ഡോണ്ട് വാണ്ട് എനിത്തിങ് എൽസ്. ഡോണ്ട് യു അഗ്രി? ശരിയാണ്. ആ ഒരു മൂവ്മെന്റിനാണ് പാട്. അത് ആരുടെ ഇടയിൽ ഇപ്പോൾ ലൈക്ക് ഇങ്ങനെ കംഫർട്ടബിലിറ്റി ജസ്റ്റ് മെയ്ഡ് അസ് വീക്ക് ഐ തിങ്ക്. ഇപ്പോൾ എൻ്റെ അപ്പനൊക്കെ എടുത്താലും പുള്ളി, എൻ്റെ അപ്പാപ്പൻ എടുത്തു കഴിഞ്ഞാൽ ഈസ് ക്ലോസ് ടു 90 years old. പുള്ളി ഇപ്പോഴും പുറത്ത് പോയി പണിയെടുക്കും, പറമ്പിൽ പോയി. ഇപ്പോഴും പുറത്ത് പോയി പണിയെടുക്കും. ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് വീട്ടിൽ നിന്ന് ആദ്യം ഫുഡ്, ആ വീട്ടുകാർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, പുള്ളിക്ക് കഴിക്കാൻ, പുള്ളിക്ക് റെസ്റ്റ് എടുക്കാം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ മുഴുവൻ നേരം. ബട്ട് ഹി സ്റ്റിൽ ഗോസ് ടു വർക്ക്. അവർക്ക് ആ ഒരു മൈൻഡാണ്, പണിയണം 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 എന്നുള്ളൊരു മൈൻഡ്. ഡിപ്രഷനായി പോകൂടാ? ആയിരിക്കാം. അല്ലെങ്കിൽ ഡിപ്രഷനായി ഉറപ്പാണ്. മേ ബി ആ തോട്ടായിരിക്കാം ചിലപ്പോൾ പുള്ളീനെ. കാരണം പുള്ളി ഇപ്പോൾ പുള്ളിയുടെ ഏജിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും മരിച്ചു തുടങ്ങി, മരിച്ചു കഴിഞ്ഞു. എത്ര വയസ്സായി പുള്ളിക്ക്? 89. ഇപ്പോഴും പണിയെടുക്കാൻ പോവോ? ഇപ്പോഴും റബ്ബർ. ഞങ്ങൾ, എൻ്റെ അപ്പനും ഇപ്പോൾ അപ്പനും അപ്പൻ്റെ ചേട്ടനുണ്ട്, രണ്ടുപേരും റിട്ടയറായി. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാൻ പോകും. ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോകും. പക്ഷെ അവർ ഹെൽപ്പ് ചെയ്യാൻ പോകാത്ത സമയത്ത് അവർ പറയും എന്തിനാ എന്നുള്ള ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് വേണ്ടിയാ, പുള്ളിക്ക് വേണ്ടി സ്വന്തമായിട്ട് എനിക്ക് വേണം, എനിക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് പുള്ളി പിന്നെ പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു. ബട്ട് സ്റ്റിൽ 89 മറ്റേ കോരുന്ന പണി, അങ്ങനത്തെ കോരുന്ന പണി പുള്ളി അങ്ങനെ ചെയ്യാറില്ല. അത് വേറെ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ റബ്ബർ ഷീറ്റ്, റബ്ബറുണ്ട് വീട്ടിൽ, കുറേ റബ്ബറുണ്ട്. അപ്പോൾ ആ റബ്ബറിൻ്റെ പാലെടുക്കാൻ പോകുന്നത് പുള്ളിയായിരിക്കും. വല്ല ഒരാളൊക്കെ കൂടെ ഉണ്ടാവുള്ളൂ. ബട്ട് ഹി സ്റ്റിൽ ഗോസ്. അതിലെ അത് ഇച്ചിരി ടാസ്ക് തന്നെയാണ്. രാവിലെ 5 മണി 6 മണിയാകുമ്പോൾ പാലെടുക്കാൻ പോകും, റബ്ബറിന്റെ പാലെടുക്കാൻ പോകാതൊക്കെ. അത് ഗ്രൈൻഡ്. അത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അത് ഗ്രൈൻഡ് ആണോ അതോ ലൈക്ക് എന്താ പറയാ, അല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ട് വേണ്ടെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണോ അറിയില്ല. അത് പുള്ളി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ഏജിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും മരിച്ചു തുടങ്ങി. പുള്ളിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഒരാൾ മരിച്ചു, ഒരാൾക്ക് സ്ട്രോക്ക് ഒക്കെ വന്നു, ആൻഡ് ഗ്രാൻഡ് മദറും മരിച്ചു. അപ്പോൾ ഈസ് കൈൻഡ് ഓഫ് ലൈക്ക്
അലോൺ, ലൈക്ക് പുള്ളിയുടെ ഏജിലുള്ള ആരും ഇല്ല, പുള്ളിക്ക് സംസാരിക്കാൻ അറിയൊന്നുമില്ല. ഒബ്വിയസ്ലി ഒരാൾ ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ ഇതൊക്കെ തന്നെ ധാരാളം പോരെ. ഹി സ്റ്റിൽ ഹി വർക്ക്സ്, ഹി എൻജോയ്സ് ദ ലൈഫ്. That is, he embraces the struggle. Yeah. He knows that if he stops struggling, life would fuck him up. Kind of. എടാ പുള്ളിക്ക് ഇനഫ് മണി, പൈസക്ക് ഒന്നും വേണ്ടിയല്ല. Not money. അതാണ് പുള്ളിക്ക് പൈസ അല്ല. It's not about money. He just want to like struggle. Maybe struggle. He knows his mind will. എടാ മിക്ക ഫൈറ്റേഴ്സും അവരുടെ കരിയർ കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമാവും അവരുടെ മെന്റൽ ഹെൽത്തും ഇതൊക്കെ. ബിക്കോസ് അവനക്ക് ഒരു തോട്ടേ ഉള്ളൂ, ഫൈറ്റ് 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 ഫൈറ്റ്. മറ്റേ അനിമൽ മൂഡാണ് ഇത്, ഫൈറ്റ് 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 ഫൈറ്റ്. ഇപ്പൊ കരിയർ കയറുമ്പോ ഇനി എന്തോ ചെയ്യാം, ഒന്നും ചെയ്യില്ല, മനസ്സിലായോ? പെട്ടെന്ന് നോർമൽ ഹ്യൂമൻ ബീങ് ആയി. നീ മറ്റേ സിനിമ കണ്ടില്ലേ, റോക്കി കണ്ടിട്ടുണ്ടോ? അതിൽ അപ്പോളോ ക്രീഡ് റിട്ടയർ ആവാൻ വേണ്ടി പോയപ്പോഴും റിട്ടയർ ആവാൻ പറ്റാത്ത അവസ്ഥ. ബിക്കോസ് ഒരു ഓടുന്ന കുതിരന്റെ കാലൊടിഞ്ഞു പോയാൽ പിന്നെ ലൈക്ക് ഹി ഫീൽസ് ലൈക്ക് എന്തിനാണ് ഞാൻ എന്തിനാണ്, ലൈക്ക് എന്നെ കൊണ്ടൊരു ഗുണമില്ല, മനസ്സിലായോ? ഐ ബിലീവ് ഈ ഗോഡ് അങ്ങനത്തെ സംഭവമൊക്കെ ഈ ഒരു സംഭവത്തിന് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ കാലത്ത് ഇത്രയും ഇൻഫർമേഷൻ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഇത്രയും കംഫർട്ട് ഉണ്ട്, എന്നിട്ടും ഇപ്പോഴും ഗോഡ് എന്നൊരു സംഭവം പ്രലവന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ തന്നെ ഒരു എന്തേലും കാരണം കാണുമല്ലോ. മേ ബി ഗോഡ് എന്ന് പറഞ്ഞൊരു കാര്യം റെലവെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെലവെന്റ്, ബട്ട് ആ ഒരു ഇത് കുറഞ്ഞു, സ്റ്റീപ്പായി. ലൈക് ബിലീവേഴ്സിന്റെ എണ്ണം കുറഞ്ഞില്ലേ, ശരിക്കും കുറഞ്ഞു, പിന്നെ നല്ലോണം കുറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഒരു ജനറേഷനിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബിലീവേഴ്സ് ആർ സോ ഫ്യൂ, വെരി ഫ്യൂ. വളരെ കുറച്ച് ആൾക്കാരെ വിശ്വസിക്കുന്ന ആൾക്കാരുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നെങ്കിൽ ഏത്തിസ്റ്റ് ആയിരിക്കും, അല്ല അഗ്നോസ്റ്റിക് ആയിരിക്കും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നോളജ് ഉണ്ട്, കുറേ നോളജ് ഉണ്ട്. ആൻഡ് ഓൾ ദീസ് നോളജസ് ഇസ് ലൈക്ക് കോൺട്രഡിക്ഷൻ ടു വാട്ട് എനി റിലീജിയൻ സ്പീക്സ്, അല്ലേ? ഇപ്പോ ഇതെടുത്തു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ ആദവും ഹവ്വയാണ് ഫസ്റ്റ് ഹ്യൂമൻ ബീങ്സിനെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മള് ഇപ്പോൾ സയന്റിഫിക് ആയിട്ട് ഇതിലെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വന്നത് ഒരു സൂപ്പ് ഓഫ് ബാക്ടീരിയം എന്നാണ് പറയുന്നത്. ലൈക്ക് അതിനെ ഒരു പേര് പറയും, സൂപ്പ് ഓഫ് ലൈഫോ അങ്ങനെ കണ്ടാണ് പറയുന്നത്. അത് ഒരു പടിലായിരുന്നു, അതിനകത്ത് മീത്തേനും ഓരോ കെമിക്കൽ റിയാക്ഷൻസ് ചേഞ്ച് നടന്നു. ലൈറ്റ്നിങ് ആണ് ഒരു കാരണം എന്ന് പറയുന്നു, ഒരു കാരണം ലൈറ്റ്നിങ് ആണെന്ന് പറയുന്നു. ഓക്സിജൻ ഉണ്ടായി, അത് കഴിഞ്ഞ് ഓരോ ഇതുണ്ടായി. അതെങ്ങനെയാണ് ഈ ഫസ്റ്റ് ലിവിങ് തിങ് എങ്ങനെയാണ് ഉണ്ടായത്? മെത്തേൻ ആണ് മെയിനായിട്ട് ഒരു സെല്ല് ഉണ്ടാക്കാൻ വേണ്ടി വന്ന സാധനങ്ങൾ. മെത്തേൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, എല്ലാ സാധനങ്ങളും, എല്ലാ കണ്ടന്റും. അതൊരു ലൈക്ക് ഇതൊരു ബട്ടർഫ്ലൈ എഫക്ട് പോലെയാ. നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ അനിയൻ ഒരു സാധനം, ഞാൻ സയന്റിഫിക് ഇതിൽ വരുമ്പോ അതൊരു ബട്ടർഫ്ലൈ എഫക്ട് പോലെയാ. കൈൻഡ് ഓഫ് അവനത് ചെയ്തുകൊണ്ട് നീ ഇപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ചിലപ്പോ ആ പഡിൽ ഓഫ് പൂൾ ഒന്നും അല്ലാണ്ട് ഒരു പഡിൽ തന്നെയായി പോയേക്കായിരുന്നു. പക്ഷെ പറഞ്ഞ ഒരു ലൈറ്റ്നിങ് നടന്നു, അതിനകത്ത് ഒരു ചെയിൻ റിയാക്ഷൻ നടന്നു, അതിൽ നിന്നൊരു സെല്ലുണ്ടായി, ആ സെല്ല് പിന്നെ ഡെവലപ്പായി മൾട്ടി സെല്ലുലാറായി, അത് പിന്നെയും ഡെവലപ്പായി ഓരോ ഓർഗാനിസമായി, കഴിഞ്ഞ് പല ടൈപ്പ് ഓർഗാനിസംസ് വന്നു. ഇപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാറും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഉണ്ടായത്, ഒറ്റ സെല്ലുള്ള ബാക്ടീരിയ അതുപോലത്തെ സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഈ ഷെൽസ് കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ടായി തുടങ്ങി, ആർത്രോപോഡ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. വാട്ടർ ആയിരുന്നു മെയിനായിട്ട്, വെള്ളത്തിലായിരുന്നു സാധനങ്ങൾ. അത് കഴിഞ്ഞ് പയ്യെ കരയിലേക്ക് വന്നു. അത് പിന്നെ ആംഫിബിയൻസ് ഉണ്ടായി, റെപ്റ്റൈൽസ് ഉണ്ടായി, ഡൈനോസർ ഉണ്ടായി, അത് കഴിഞ്ഞ് മാമൽസ് വന്ന് കുറേ വർഷങ്ങൾ, ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ഹ്യൂമൻ എന്നൊരു ഇതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ വളരെയധികം സമയമെടുത്തു. പക്ഷെ എന്നാലും അതിനകത്ത് ഒരു ഇതുണ്ട്. ഇപ്പോൾ ഹ്യൂമൻസ് അക്കോർഡിംഗ് ടു ബയോളജി നമ്മൾ ഹ്യൂമൻസ് ഉണ്ടായേക്കുന്നത് എയ്പ്സിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്ത് വന്നേക്കുന്നത്. പക്ഷെ ആ എയ്പ്സ് ഇപ്പം നിയൻഡർതാൽസ് ആണ് ഏറ്റവും നമ്മുടെ അടുത്തുള്ള ഇതെന്ന് തോന്നുന്നു, ആൻസസ്റ്റേഴ്സ് എന്ന് തോന്നുന്നു. ഹോമോസാപ്പി, നമ്മൾ ഹോമോസാപ്പിയൻസ്, ഹോമോ റെക്ടസം കാണാനാണ് ഏറ്റവും അടുത്തുള്ള ആൾക്കാർ. അവരുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റിയും ഹ്യൂമൻസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി എടുത്താലും അതൊരു ഭയങ്കര ഡിഫറൻസാണ്. അവർക്ക് ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ബട്ട് അതിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഹ്യൂമൻസ് ഹോമോസാപ്പിയൻസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി ഈസ് വെരി ഡിഫറൻസ്, വെരി ഹൈ. അതിനൊരു
തിയറി ഉണ്ടല്ലോ, നമ്മുടെ മഷ്റൂം തിയറി, മഷ്റൂം തിയറി, അങ്ങനെ ഒരു തിയറി ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ ആയിരിക്കാം. സ്റ്റോൺ ടേപ്പ് തിയറി. സ്റ്റോൺ ടേപ്പ് തിയറി. അത് ഇതുപോലെ മഷ്റൂം കഴിച്ച് പെട്ടെന്ന് ന്യൂറൽ ലിങ്ക്സ്, എന്ന് വെച്ചാൽ മഷ്റൂംസ് ഈ ന്യൂറൽ ലിങ്ക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആകും. മഷ്റൂംസിന്റെ മെയിൻ സംഭവം റിയൽ ആണോ? ചിലപ്പോൾ ആയിരിക്കാം. കാരണം അതൊരു എല്ലാം ഇതുപോലെ ഒരു എന്താ പറയാ, ഓരോരുത്തർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത് നടന്നത് ഹിസ്റ്റോറിയൻസ് ഉള്ളപ്പോൾ നടന്ന വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, പകുതി നുണയായിരിക്കും. അപ്പൊ നീ ഇത് ആലോചിച്ച് നോക്ക്, ഹിസ്റ്റോറിയൻസ് പോലും ഇല്ലായിരുന്നു. ഇത് ആർക്കിയോളജിസ്റ്റും ബാക്കി ബയോളജിസ്റ്റും പാലന്റിയോളജിസ്റ്റും ഓരോ ആൾക്കാരും ഒരു ചെറിയൊരു സാധനത്തിൽ നിന്ന്, ഒരു സ്കെൽട്ടണീന്നോ അല്ലെങ്കിൽ ഒരു ഫോസിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിന്നോ അവർ ഡിറൈവ് ചെയ്തെടുത്ത് ഇങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിച്ചെടുക്കുന്നതാണ്. ഡൈനോസർ നമ്മൾ ജുറാസിക് പാർക്കിൽ കാണുന്ന പോലെ അല്ല, അതിന് ഫെദേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പുതിയ പഠിത്തം പറയുന്നത്. ഡൈനോസേഴ്സിന് ശരിക്കും ഫെദേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ഫോർ കീപ്പിംഗ് ദം ലൈക്ക് എന്താ കോൾഡിനെ ഒക്കെ ഇത് ചെയ്യാൻ വേണ്ടി, ഇൻസുലേഷൻ പോലെ പറക്കാൻ വേണ്ടിയല്ല, ലൈക്ക് ഫെദർ പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഡൗട്ട് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ, നീ പറഞ്ഞില്ലേ ലൈക്ക് സംതിങ് ഹാപ്പൻഡ് അറ്റ് എ പോയിന്റ് ഓഫ് ലൈഫ്, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, നത്തിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് നിന്ന് ലിവിങ് ആയി. ആ പ്രോസസ് എക്സാക്ട്ലി എന്താണെന്ന് കൊല്ലപിടിയുണ്ടോ? ഇതാണ് ഒരു തിയറി. ഈ ഒരു പ്രൈമോർഡിയൽ സൂപ്പ്, അതായത് ഒരു സൂപ്പ് എന്ന് പറയാം, അതിനെ പല കെമിക്കൽ കൂടിയൊരു വെള്ളം, ഒരു പടിൽ പോലെ ഒരു വെള്ളം, അതിൽ നിന്നാണ് ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഓരോ കെമിക്കൽ റിയാക്ഷൻ കാരണം ഒരു സെല്ല് ഉണ്ടായെന്ന് പറയുന്നേ. അതിങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് അതിന്റെ തിയറി. ആ ഒരു സെല്ല് പിന്നെ എങ്ങനെ മൾട്ടിപ്ലൈ, അത് ആ പ്രോസസ്സ് വീണ്ടും വീണ്ടും നടന്ന് ഒരു സെല്ല്. ഇപ്പൊ യൂണിസെല്ലുലർ ഓർഗാനിസത്തിന് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണ്ട, ലൈക്ക് എന്താ ചെയ്യണ്ട, പ്രൊക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് വേറൊരു പാർട്ണറിന്റെ ആവശ്യമില്ല. യൂണിസെല്ലുലർ ഓർഗാനിസത്തിന് അതിന് തന്നെ ഓരോ ഇതുണ്ട്. ഇപ്പൊ ബഡ്ഡിങ്, ഇപ്പൊ അമീബയ്ക്കൊക്കെ ബഡ്ഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അങ്ങനെ ഓരോ പ്രോസസ് ഉണ്ട്, ലൈക്ക് അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ. അത് തന്നെ മൾട്ടിപ്ലൈ ആയി, അത് കഴിഞ്ഞ് അതിന് പിന്നെ ഒരു എവല്യൂഷൻ വന്ന് സംഭവിച്ച്, എവല്യൂഷൻ എന്നുള്ളൊരു കാര്യം നടന്നതാണ്. അത് ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് പ്രൂവഡ്. നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, നമ്മള് സയന്റിസ്റ്റ് അല്ല, നമുക്ക് അത്ര ഡീപ് നോളജ് ഇല്ല. പക്ഷെ പറയുന്നതനുസരിച്ച് evolution happened actually. But it's like crazy to think about it, no? Yeah. Like billions of years of evolution has caused us two people to sit on a podcast and talk about evolution. It's kind of like നമുക്ക് വലിയ ചെറുതായിട്ട് തോന്നും അല്ലേ? Like we are just small minute bacteria in the large scheme of life. Yeah. നമ്മൾ വലിയൊരു സ്കീം ഓഫ് ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മള് ലൈക്ക് ഒന്നുമല്ല, നമ്മുടെ യൂണിവേഴ്സ് ഭയങ്കര വലുതാണ്. നമ്മളൊരു സ്പെക്ക് ഓഫ് ഡസ്റ്റ് ആണ്. അത് വളരെ, നമ്മുടെ ഒരു ലോകം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്ര ഇറലവൻ്റ് ആണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാവും. നമ്മൾ വി ആർ നത്തിങ് അല്ലേ? ഒരു ലോകത്ത് ഇപ്പൊ നമ്മളൊരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. ഒരു ഹ്യൂമൻ പിന്നെയും മരിച്ചു, ദിവസം തോറും പേര് മരിക്കുന്നുണ്ട്. നത്തിങ് റിയലി, ഒന്നും നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും ആലോചിച്ചാൽ നത്തിങ് റിയലി മാറ്റേഴ്സ്. എവറിത്തിങ് ഈസ് ഗോണ ഹാപ്പൻ. I think nothing really, എനിക്കിപ്പോ രണ്ട് പ്രശ്നം, nothing really matters. At that time everything matters. Yeah. Because if nothing really matters, nothing is stopping you from experiencing everything. നീ ഇപ്പൊ നാളെ അണ്ടർവെയർ ഇട്ട് റോഡിൽ നടന്നാല്, നീ ഇപ്പൊ എന്ത് വള്ളിയിൽ പെട്ടാലും, even if you end up broke and nobody likes you or hundreds of girls rejected you, or എടാ ഇപ്പൊ തന്നെ അതാണ് എനിക്ക് ആ ലിബറേറ്റിംഗ് ആയത്, ആ ഒരു ഫാക്ടറാണ്. ലൈക്ക് nothing really matters. Like I wasn't scared of going to that unknown person and asking like for their numbers, asking a girl out, asking for some business help, reaching out to a new friend, reaching out because you have nothing to lose. ശരിയാണ്. You have everything to gain. അപ്പൊ എന്റെ ഇതിൽ ചിലവര് വിചാരിക്കും ഓക്കെ അങ്ങനെയൊന്നും ചിന്തിച്ചാൽ നത്തിങ് റിയലി മാറ്റേഴ്സ്. ആ നത്തിങ് റിയലി മാറ്റേഴ്സ് ഇസ് ആക്ച്വലി വെരി ലിബറേറ്റിംഗ് ആൻഡ് ദാറ്റ് ലീഡ്സ് us to experiencing everything. അല്ലാതെ ഒരു ചിലവര് നത്തിങ് റിയലി മാറ്റേഴ്സ് ഞങ്ങൾ കഞ്ചി പിടിച്ച് വീട്ടിലിരിക്കുക, ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കുക. പക്ഷെ എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല. ദാറ്റ് ഡസന്റ് ലീഡ് ടു ദാറ്റ്. ശരിക്കും Whoa. So that was
സം കൈൻഡ് ഓഫ് പോഡ്കാസ്റ്റ് ഗൈസ്. നമ്മൾ എവിടെന്നാ തുടങ്ങിയേ? നമ്മള് ദൈവത്തിൽ നിന്ന് തുടങ്ങി, എവല്യൂഷനിലേക്ക് പോയി, സ്റ്റോൺ ഡെപ്ത് തിയറിയിൽ പോയി, നോൺ ലിവിംഗിൽ നിന്ന് ലിവിംഗിൽ പോയി, കമ്മൽ വയ്ക്കുന്നതിൽ പോയി. So you have some last thoughts to give to the audience? ആക്ച്വലി നമ്മളെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സ്ട്രഗിൾ ചെയ്യുക. എൻ്റെ ഒരു ഇതനുസരിച്ച് നമ്മളൊരാൾ സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നിക്കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ലേസി ആവുന്നത്. ദൈവം ഉണ്ടെന്ന്, ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിക്കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് ലേസി ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, വി ആർ അലോൺ, നമ്മൾ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വി വിൽ ബി ഓക്കെ. പിന്നെ ചിലവരൊരു ഹോപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഐ ഡോണ്ട് ഹെയ്റ്റ് ഓർ ഐ ഡോണ്ട് ഡിസ്റെസ്പെക്ട് എനി റിലീജിയൻ. ലൈക്ക് എല്ലാ റിലീജിയൻസും ഒരു കണക്കിന് ഓക്കെയാണ്, ഒരു കണക്കിന് പക്ഷേ റിലീജിയൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും ഇല്ല. ലൈക്ക് ആഫ്റ്റർ ഓൾ യു ആർ ജസ്റ്റ് ഹ്യൂമൻ ബീങ്സ് അറ്റ് ലൈക്ക് ഐ സെഡ് നത്തിങ് റിയലി മാറ്റേഴ്സ്. ഒരു റിലീജിയനും വേണ്ടി ആരും ചത്തു കഴിഞ്ഞിട്ട് ആർക്കും വേറൊന്നും കിട്ടാനില്ല. മനസ്സിലായി. സോ ആൻഡ് ഐ ഹാവ് എ ലാസ്റ്റ് തോട്ട് ടു പുട്ട് ഇറ്റ് ഔട്ട്. എൻ്റെ ഒരു തോട്ട് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് വേണേലും വിശ്വസിക്കുക. ആ വിശ്വാസം ദാറ്റ് ഡസൻറ്റ് ഹേർട്ട് എനിബഡി. ആൻഡ് ആ വിശ്വാസം കാരണം നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബെറ്റർ ആവുകയാണെങ്കിൽ പ്ലീസ് ഗോ ബിലീവ് ദാറ്റ്. ഐ ഡോണ്ട് കെയർ അത് സത്യമാണോ ഇതാണോ. ഇഫ് യു ബിക്കം എ ബെറ്റർ പേഴ്സൺ, നിങ്ങളുടെ ലൈഫ് ഭയങ്കര മാസീവ്ലി ഇംപ്രൂവ് ആവുമെങ്കിൽ പ്ലീസ് ഗോ. ബി റിലീജിയസ്, ബി നോൺ റിലീജിയസ്, ബി അഗ്നോസ്റ്റിക്, ബി ഏത്തിയസ്റ്റിക്. ദിസ് ഇസ് എ ഫ്രീ വേൾഡ്. ആൻഡ് ഹ്യൂമൻസിന്റെ ഫ്രീ വില്ലും കോൺഷ്യസ്നെസ് ഒക്കെ തന്നേക്കുന്നത് തന്നെ അവരുടെ ഓൺ ഡിസിഷൻസ് എടുക്കാനാണ്. ബട്ട് കൺസിഡർ ഓൾ ദ ഓപ്ഷൻസ് ആൻഡ് മേക്ക് യുവർ റൈറ്റ് മൂവ്. Bye guys, see you on the next podcast.